സോ കിട്ടിയോ? സെലക്ട് ആയോ? സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് ഉമ്മയൊക്കെ ആയതുകൊണ്ട് നല്ല ബെസ്റ്റ് തന്നെ ഞാൻ നോക്കി നോക്കി എടുക്കണുണ്ട്. അതിന് കുറച്ച് ടൈം എടുക്കാൻ. ഉമ്മ ഭയങ്കര സിമ്പിളുടെ ആളാണ്. ആണ്, പക്ഷെ സിമ്പിളായാലും ഭയങ്കര ക്ലാസ് ആയിരിക്കും. കാണുന്നതിന് ഒരു ഇത് വേണ്ടേ? അത് നമ്മൾ ടൈം എടുത്ത് നോക്കി 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 എടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടീസ് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ പോക്കിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉമ്മച്ചിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ വാങ്ങണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ച് സമയം പോയപ്പോൾ തന്നെ ഓർത്തു സമയം നോക്കുന്നൊരു സാധനം വാങ്ങിയാലോ. അങ്ങനെ ഉമ്മച്ചിക്ക് ഒരു വാച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ലുലുവിൽ. അപ്പം നല്ലൊരു വാച്ച് നോക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ വാച്ച് സെലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ വാച്ച് എടുക്കാനാണെങ്കിൽ തന്നെ ഇത്ര ടൈം എടുക്കുമല്ലോ. ഇത് ഫസ്റ്റ് ടൈം ഉമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത്രയും സ്പെഷ്യൽ ആയിരിക്കണമല്ലോ. സോ നല്ല ബെസ്റ്റ് തന്നെ കൊടുക്കണം. സോ അത് കിട്ടിയോ? എന്നെ പോലെ ഭയങ്കര ഷൈനിങ് അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. ഉമ്മച്ചി വീഡിയോ കോളും കാര്യങ്ങളൊക്കെ വിളിച്ച് കാണാറും എപ്പോഴും സംസാരിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴാണ് അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ടൈം സെറ്റായിരിക്കുന്നത്. പാച്ചുക്കിൻ്റെ ഷൂട്ടും എൻ്റെ ഷൂട്ടൊക്കെ ഒന്ന് കഴിഞ്ഞു. 2-3 ദിവസം ചെറിയൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ വലിയ ലോങ് വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ പോവാണ് ഉമ്മേനെ കാണാൻ. അപ്പം എങ്ങനെയാണ്, എക്സൈറ്റഡ് ആണോ? സോ എക്സൈറ്റഡ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ആവണമുണ്ട്. ടെൻഷൻ ആവണ്ട കേട്ടോ, കൂളാണ്. ഉമ്മയുടെ ഗിഫ്റ്റ്. സോ പൊണ്ടാട്ടി ഉമ്മച്ചിക്ക് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണും. ശരിക്കും ഞങ്ങൾ നേരത്തെ പർച്ചേസിനൊക്കെ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണും. അപ്പോൾ ഞങ്ങളിതാ ലഗേജൊക്കെ എല്ലാം ഒന്ന് സെറ്റായി. അയ്യോ, ആ ബ്ലൂ ഇല്ല കേട്ടോ. കുബേരൻ്റെ കലാഭവമണി മറ്റേ അവിലും കൊണ്ട് പോവില്ലേ, സതൃത്യ, അതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എനിവേ ഞങ്ങൾ ഇറങ്ങാണ്. വണ്ടി വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. 8:55 ട്രെയിൻ. ഇൻഷാല്ലാ നാളെ രാവിലെ അവിടെ എത്തിയിട്ട് ഉമ്മച്ചിനെ കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാല്ലാ കാണാം. ഞങ്ങൾ ട്രെയിനിൽ കയറി ഗൈസ്. പാച്ചുക്കിക്ക് വിശക്കണമെന്ന് പറഞ്ഞ് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മാത്രമേ കഴിക്കണുള്ളൂ. പാച്ചുക്കാന്റെ പേരും തീറ്റാവുള്ളൂ. ചുമ്മാ എന്ത് കഴിച്ചാൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കണമെന്നല്ലേ അതിൻ്റെ ഒരു ഇത്. അതുകൊണ്ട് പാച്ചുക്ക് കഴിക്കുമ്പോൾ 1, 2 കഴിക്കും, അത്രേ ഉള്ളൂ. 1, 2, 3, 4, 5, 6, 7 വാഴ. അത് പാച്ചുക്കാണ്. ഞാൻ 2 വാഴ. നീ വാഴയാ? വാഴയല്ല, വാ. ഞങ്ങളെന്നാ പോയി ഞം ചെയ്തിട്ട് വരാം. ഇനി എങ്ങോട്ടാ പോണ്ടേ? ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്തെങ്കിൽ ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിൻ വരും. അതിന് കയറി ട്രിവാൻഡ്രം പോകും. ലെറ്റ്സ് ഗോ ഹോം ബേബി. ഓക്കെ, സോ ഞങ്ങളുടെ പാർത്ഥസാരഥി പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഹായ് ബിഗ് ബോസ്.
ഈ പ്ലാറ്റ്ഫോമിനുള്ളിലേക്ക് കയറ്റുമോ? വെൽക്കം ടു കാഞ്ഞങ്ങാട്. താങ്ക് യു. ഞാനില്ല കേട്ടോ. ഉമ്മ നിങ്ങള് കാട്ടുന്നത് അല്ല കാട്ടും. അയ്യോ അപ്പോ സ്പെഷ്യൽ എടുത്തോ. പേടിക്കുന്നില്ല മണ്ടല്ലേ നമ്മൾ തന്നെ. നിങ്ങളെ രണ്ടാമത്തെ മോൻ ഇങ്ങോട്ട് നോക്കുവാ. കുറച്ചിങ്ങോട്ട് കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് പിന്നെ ഒന്നൊക്കെ നട്ടു വിളിക്കണം, ഇല്ലെങ്കിൽ കൈ വിളിക്കണം, ഇല്ലെങ്കിൽ കാല് വിളിക്കണം. എന്നെ ഒന്നേക്ക് വിളിക്കണ്ടേ? അല്ല കുറെ സമയം ഞാൻ കടുപ്പും പച്ചക്കറി ഉരുളക്കിഴങ്ങും ഇപ്പൊ ചെമ്മീൻ നീ വരുമ്പോ അയാൾ കൊണ്ടുവന്നത് ഞാൻ എനിക്ക് അയാളോട് ചെമ്മീൻ വരുന്നേ ചെമ്മീൻ കറി വെച്ചു. ഉമ്മക്ക് സ്പെഷ്യൽ നല്ല ചെമ്മീനും നല്ല കടുമ്പ്. ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ കടുമ്പ്, നല്ല പത്തിരി. അത് തിന്നാൻ ഒരുത്തർ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തിരിയല്ല പത്തല്. നിങ്ങളല്ലേ, ഞാൻ ഇവിടെ തന്നെ നാട്ടുകാരൻ പറ്റാരൻ വേണ്ട. പത്തിലൊന്നും ഇല്ലല്ലോ, ഇത് രണ്ടും നിന്നുണ്ടായില്ല. അതിലില്ല നാട്ടിൽ കഴിക്കാമോ? ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ടവൽ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ വീട്ടിലും ഉണ്ടായിരുന്നില്ല. സോ ഒരു ടവൽ വാങ്ങിക്കാൻ പുറത്ത് വന്നതാണ്. പക്ഷേ ഇവിടെ ഒരു നല്ല അടിപൊളി കട കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് കയറി. എന്നിട്ട് ഇതേപ്പോൾ ട്രയൽ നോക്കിക്കൊണ്ടിരിക്കാം. സാധാരണ ട്രയൽ നോക്കുമ്പോൾ ഞാനാണ് എപ്പോഴും കൂടെ ഉണ്ടാകാറ്. ഇപ്പം കൂടെ വേറൊരാളാണ് ഇരിക്കുന്നത്. മീത്തുമാണ് ഫുൾ ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതും ട്രയൽ ഇട്ട് നോക്കിയിട്ട് ഓക്കെ ആണോന്ന് പറയാനൊക്കെ. ഞാനത് ഇവിടെ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താ? ഉമ്മയ്ക്ക് വാച്ച് ഗിഫ്റ്റ് ചെയ്യാൻ പോവാൻ. ഓക്കെ.
വീട്ടുവിശേഷങ്ങളാണ്, കുടുംബവിശേഷങ്ങൾ. നമ്മ മാമാനെ കാണാൻ തന്നെയാണ്. മാമാനെ കാണാൻ വേണ്ടിട്ട് പോകുമ്പോ മാമാക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞു. മാമാന്ന് പറയുമ്പോ ഉമ്മാന്റെ ഉമ്മ അല്ലേ? ഉമ്മാന്റെ ഉമ്മ. ഉമ്മാന്റെ ഉമ്മാണ് മാമ. അപ്പൊ മാമാനെ കാണാൻ പോകുമ്പോ മാമാക്ക് കുറച്ച് സ്നാക്സ് വാങ്ങാന്ന് പറഞ്ഞു ഉമ്മ. എന്ത് വാങ്ങണ്ടേ? ഓക്കെ, അപ്പൊ കുറച്ച് അപ്പവും എന്തെങ്കിലുമൊക്കെ വാങ്ങിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ചുമ്മാ വെറുതെ എടുക്കുന്നത്. മെമ്മറീസ്. ഇതാണ് എൻ്റെ തറവാട് പൊളിച്ച് പുതുക്കി പണിത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നീ അപ്പം പിടിച്ചോ. ഞാൻ കുളിക്കണ വേണോ? വെള്ളം കൂരുണ്ടോ? അങ്ങനെ ഞങ്ങൾ പാച്ചുക്കേൻ്റെ തറവാട്ടിൽ വന്നിരിക്കുകയാണ്. തറവാട്ടെന്ന് വിചാരിക്കുമ്പോൾ ഇത്രയും ന്യൂജൻ തറവാടോ? അല്ല, ഇത് പുതുക്കി പണിത തറവാടാണ്. ഇത് നബീസ് ഉമ്മയുടെ ഉമ്മയാണ്. ഞങ്ങൾ മാമ എന്ന് വിളിക്കും. പുള്ളിക്കാരിക്ക് അങ്ങനെ ക്യാമറ ഫ്രണ്ടിൽ മുഖം കാണിക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെ ഇരുന്നപ്പോൾ മാമ എന്തൊരു പേര് പറഞ്ഞിട്ട് അത് എടുത്തിട്ട് വരാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ട് തന്നത്. പാച്ചൊക്കെ ഇതിന് ബന്ധുമരുന്ന് എന്താണ് പറയണേ, ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. പക്ഷെ ഇത് കഴിച്ച് നോക്കിയപ്പം ഞാൻ പണ്ടെപ്പോഴോ കഴിച്ച ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാച്ചുക്കും കൊടുത്തു. എന്നിട്ട് ബാക്കി സാധനം നമ്മൾ നബീസ് ഉമ്മയുടെ ഉമ്മ കൊടുത്തു. ഓക്കേ, അങ്ങനെ ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി ഉമ്മേനെയും കൂട്ടി മീത്തു സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഉമ്മയുടെ അടുത്ത് എന്ത് വേണം ഉമ്മ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കഞ്ഞിയും ചോറ് മതി മോളെ എന്ന് പറഞ്ഞാണ് ഉമ്മ നിർത്തിയത്. പക്ഷെ ഇപ്പുറത്തേക്ക് വന്നപ്പം അവർക്കുണ്ടാൾക്ക് മന്തിയും ചിക്കൻ കറിയും എല്ലാം വേണം. അങ്ങനെ അത് ഫുൾ കഴിച്ച് തീർത്തു. അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവരുടെ സ്പെഷ്യൽ ഒരു പാൽക്കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. ആ പാൽക്കപ്പയും ബീഫും മന്തിയും ബിരിയാണിയും നബീസുമ്മയ്ക്ക് കഞ്ഞിയും മീൻകറിയും എല്ലാം കഴിച്ച് ഞങ്ങളിത് ഫുള്ളായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അയ്യവ, വാട്ട് എ ഫ്രെയിം, റൈറ്റ്? പാച്ചുക്കൻ്റെ ഇടതും വലതും ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഇൻ ഹിസ് ലൈഫ്. പാച്ചുക്ക് ഇതെന്താ പറയണതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. വീഡിയോ എടുത്ത സമയത്ത് ഭയങ്കര കാറ്റാറിനൊന്നും കേൾക്കണുണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉമ്മയ്ക്ക് നല്ല റേറ്റുള്ളൊരു മെക്സി എടുത്ത് എന്നിട്ട് ഉമ്മ എടുത്ത് പറയും, ഉമ്മ ഇത് കണ്ടൻസ് നാട്ടോ എന്ന് പറയുമ്പോൾ ഉമ്മയുടെ മുഖത്ത് വരുന്നൊരു സന്തോഷമുണ്ടല്ലോ. കാരണം ഉമ്മയുടെ ഫേവറേറ്റ് പ്ലേസസ് കണ്ണൻസ് ഒരു കടയാട്ടോ. അവിടുന്ന് ഉമ്മയ്ക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡ്രസ്സ്, മെക്സീസോ അല്ലെങ്കിൽ എന്തെടുത്താലും ഉമ്മ സൂപ്പർ ഹാപ്പിയാണ്. കാരണം ഉമ്മയുടെ ഫേവറേറ്റ് പ്ലേസസ് കണ്ണൻസ്. സോ ഉമ്മയ്ക്ക് കുറച്ച് മെക്സീസ് എടുക്കാൻ ഞങ്ങൾ കണ്ണൻസിലേക്ക് പോവാണ്. അങ്ങനെ
അങ്ങനെ ഞാനും ഉമ്മച്ചിയും കൂടി ഇതേ മെറ്റീരിയൽസ് ഒക്കെ സെലക്ട് ആക്കുമായിരുന്നു. ഉമ്മച്ചി എടുക്കുന്ന എല്ലാ ഫ്ലോറൽ കൈൻഡ് ഓഫ് പാറ്റേൺസ് ആണ്. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എൻ്റെ പാച്ചുക്കിക്ക് എവിടെ നിന്നാണ് ഈ ഫ്ലോറൽ കൈൻഡ് ഓഫ് പാറ്റേൺസ് ഭയങ്കര ഇഷ്ടമാണ്. പാച്ചുക്കിക്ക് എന്ത് ഡ്രസ്സ് കൊടുത്താലും അതിലൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ടച്ച് ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്നിട്ട് ഇതേ ബാക്കി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഓക്കെ, അങ്ങനെ ഉമ്മച്ചിനെ ഞങ്ങളിപ്പോൾ വീട്ടിലാക്കിയിട്ടത് ഒന്ന് പിന്നെയും പുറത്തിറങ്ങിയിട്ടുണ്ട്. കൊണ്ടാട്ടി എന്തോ മുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അവിടെ. ചുപ്പാച്ചുപ്പിന്റെ സോർ ക്യാൻഡി ഉമ്മേൻ്റെ അടുത്ത് കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഭയങ്കര ബെസ്റ്റ് ബഡീസ് ആയി. മാഷാഅല്ലാഹ്. ഓക്കെ, ഇനി വൈഫിനെ വിളിച്ച് റെഡിയാകാൻ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകണം. പിന്നെ എന്നിട്ട് ഞങ്ങള് ഫ്രണ്ട്സ് ഒന്ന് ഒരു ഔട്ടിങ്, കുഞ്ഞൗട്ടിങ് ഒന്ന് ടൗണിൽ വരെ ഒക്കെ ഒന്ന് പോയിട്ട് ഓക്കെ. സോ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മളെ ചെക്കൻ്റെ വീട്. ഓക്കെ, യെസ്. നല്ല മയിലാന്ന് വിചാരിക്കോ? ഇതാണ് ഗസ്റ്റ് ഇവിടെ. ഓക്കെ ഓക്കെ, മീത്തുൻ്റെ ഡാഡ് ഉള്ളത് കൊണ്ട് ബാക്കി ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാം. അങ്ങനെ ഇത് ആരെ മീറ്റ് ചെയ്ത്? ഫ്രണ്ട്സ് എല്ലാം ഒന്നിച്ചല്ല. മാഗി എടുത്തു, മാഗി. പാച്ചൊന്നില്ലേ? ഫുള്ള് മീത്തു ഹോം സ്പെഷ്യൽ ഐറ്റംസ് ആണ്. കൽത്തപ്പം, കാസർഗോഡ് ഒഫീഷ്യൽ പാൻ കേക്ക് ബൈ നോനു. റൈസ് പാൻ കേക്ക് ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ അല്ലേ? ഇതൊക്കെ കടയിലാക്കിയ സാധനം. ഒഫീഷ്യൽ പാൻ കേക്ക്, ഒഫീഷ്യൽ ബനാന പാൻ കേക്ക്. ദിസ് ഈസ് ഞങ്ങളുടെ ജൂനിയർ ഷെഫ്. ഞങ്ങൾക്കൊക്കെ കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ ലോങ് ഡേ. ഇപ്പോൾ മീത്തുൻ്റെ വീട്ടിലാണ് ഞങ്ങൾ. കുറേ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. സോയാ ഒരു കുട്ടിപ്പട്ടാളം നിൽക്കുന്ന ബിസ്റ്റിക്ക് വേണം, ബിസ്റ്റിക്ക്. ഇത് നമ്മൾ അവളുടെ ന്യൂ റെഡി പൊട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം കാണിക്കുന്നു മുഖം. അതേപോലെ ഓക്കെ ബ്രാസ് അങ്ങനെ ഞങ്ങള് കാസർഗോഡ് വന്നിരിക്കുക. പാർശ്ശേല് വന്നിട്ടുണ്ട്. കാസർഗോഡ് വന്നിട്ട് പാർശ്ശേ ഫുഡ് അടിക്കണം എന്ന് പറഞ്ഞത് ഇവനാ കൊണ്ടുവന്നത്. നമ്മള് ചോട്ട് ഉറക്കണീച്ചിട്ട് കരച്ചിൽ കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് കരച്ചിൽ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അയ്യേ കരയണോ? സോ ഇതാണ് കാസർഗോഡിന്റെ വൺ ഓഫ് ദി സ്പെഷ്യൽ ഡൈനാമേറ്റ് മോമോസ്. ഓക്കെ, ഫ്രം പാഷെ. കഥ പറഞ്ഞു കൊടുക്ക്. നമ്മള് ഇന്നത്തെ ദിവസം ഫുൾ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോയി എല്ലാരും മീറ്റ് ചെയ്ത്
അതിനിടയ്ക്ക് ലോഡർ ഫ്രീസ് വന്നിട്ടുണ്ട്. ലോഡഡ് വന്നിട്ടുണ്ട്. സ്നാപ്പർ ഫുള്ള് സ്നാപ്ചാറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഫുള്ള് കുടുംബക്കാരുടെ അടുത്ത് പോയി എന്നുള്ള കഥയാണ് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീത്തുവിന്റെ വീട്ടിൽ പോയി, എന്നിട്ട് മീത്തുവിന്റെ കുടുംബക്കാരെല്ലാരും കണ്ടു. ഇത് നേരെ കാസർഗോഡ് ഇവിടെ ഫുഡ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. സിന്ധുവിനെ കണ്ടല്ലോ. ആ സിന്ധുവിനെയും കണ്ടു. പക്ഷെ അതൊന്നും വീഡിയോ ആക്കാൻ പറ്റില്ല കേട്ടോ, കാരണം എല്ലാവരും ഹറിബറി മീറ്റിങ്സ് ആയിരുന്നു. കാരണം ആകെ 2 ദിവസം ഞങ്ങൾ നാട്ടിലുള്ളൂ. ഒരുപാട് ആൾക്കാരെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇന്ന് കണ്ടു. ബാക്കി കുറച്ച് കിഡോസും ടീംസൊക്കെ നാളെ കാണാനുണ്ട്. ഇന്ന് സ്കൂളായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ നാളെ റെഡ് അലേർട്ട് ആയതുകൊണ്ട് ഇവിടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ വി വിൽ മീറ്റ് ദം ടുമോറോ. ഓക്കെ, ഇത് ഇത് ഫുഡ് ബ്ലോഗറാണ് കേട്ടോ. കാസർഗോഡിന് എന്ത് ഫുഡിന് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. ബ്ലോഗർ ന്യൂനു. കഴിഞ്ഞ നമ്മളെ ഗോഗോലാൻഡ് ബ്ലോഗിന് ശേഷം ഞങ്ങളുടെ ബ്ലോഗിൽ വരെയില്ല. ഫുള്ള് ഇവിടെ വൈറലായിട്ട് നിൽക്കുന്നുണ്ട് പല പോസ്റ്റുകളും. എന്തായിരുന്നു അത്? ചിക്കൻ പാനിപൂരി. സ്പെഷ്യൽ പോസാണ് ചിക്കൻ പാനിപൂരി. ഇത് ചിക്കൻ പാനിപ്പൂരിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പറ്റുന്നത്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് നോർമൽ പാനിപ്പൂരി, ആ പൂരിക്കകത്ത് ഇവർ സ്പെഷ്യൽ ചിക്കൻ എന്ന് ഇട്ടിട്ട് ആക്കിയാണെന്ന്. ടേസ്റ്റ് നോക്കാം. സ്നാപ്പർ ഓൺ ദ വേ. എങ്ങനെയുണ്ട്? ഓക്കെ, നമ്മളുടെ സാധാരണ പാനിപ്പൂരിക്കകത്ത് മറ്റേ ജ്യൂസ് ജ്യൂസിന് ആ പാനിയൊക്കെ ഒഴിക്കൂലേ? പാനിയില്ല, ജസ്റ്റ് ഫില്ലിങ്സ് മാത്രം. ഓക്കെ ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിയിലേക്ക് കിടക്കുകയാണ്. ബാക്കി പിന്നെ കാണാം. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ നൈറ്റ് ഔട്ടും കഴിഞ്ഞ് പാർശയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ ഫുഡൊക്കെ അടിച്ച് സെറ്റായി ഇവിടെ ബിഗ് ബോസും കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. ഷെയ്ഡായി ഇതാ അൽക്കുൽത്തിനൂനും ഉണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നീത്തൂനെയും നൂനൂനും പിള്ളേരെയും വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ്സ് ദി സം അപ്പ് ഓഫ് അവർ ഡേ 1 at കാസർഗോഡ്. അങ്ങനെ ഞങ്ങൾ ഡേ 2 at കാസർഗോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരത്തെ എണീച്ച് കിച്ചണിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഹെൽപ്പൊക്കെ ചെയ്ത്. ഇവിടെ ഒരാൾ നല്ല ഉറക്കമാണ്. ആടെ ഉമ്മയുണ്ട്. എനിക്ക് പച്ചുക്കാണ്. ഉമ്മൻ്റെ അടുത്തൊന്നും ചോദിച്ചു പാച്ചൊക്കെ എണീച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്കണേ ഇല്ല. ഉമ്മ തന്നെ പോയി വിളിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ ലുട്ടാപ്പി എനിക്ക് ലുട്ടാപ്പി എന്നും പറഞ്ഞ് എണീപ്പിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പുറത്തേക്ക് ഇന്ന് ഇറങ്ങാൻ വീണ്ടും. അപ്പം ഇനി കഴിക്കണൊക്കെ കാണിച്ചു തരാം. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് ചപ്പാത്തി ചുട്ടല്ലോ. സോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷൻസ് ആണ്. അങ്ങനെ ഫുഡെല്ലാം പ്രിപ്പയർഡാണ്. പിന്നെ എടുത്ത് വെക്കുന്നതിൻ്റെ ഒരു തിരക്കാണ്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ഈ വയ്യാത്ത ഉമ്മ എന്ത് കിച്ചണിൽ നിന്ന്. ഉമ്മയ്ക്ക് ഒരേ വാശി, ഉമ്മയ്ക്ക് തന്നെ മോനെ ഫുഡ് എടുത്ത് കൊടുക്കണമെന്ന്. ഞാനും ഇതേ ചേച്ചിയും പറഞ്ഞിട്ട് ഉമ്മ ഇപ്പോൾ ഇരുന്ന് ഉമ്മയ്ക്ക് തന്നെ എടുത്തു കൊടുക്കണം. അങ്ങനെ ഉമ്മ പാച്ചുക്കൊക്കെ ചിക്കൻ കറിയൊക്കെ എടുത്തു കൊടുക്കുന്നതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഉമ്മ പാവട്ടോ, നല്ലൊരു ഉമ്മനെ എനിക്ക് കിട്ടിയത്. എന്താ ഇപ്പോൾ പറയുക, ഉമ്മ ഭയങ്കരമായിട്ട് ഞങ്ങളെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ 2 ദിവസം. ഇന്നലെ ഞങ്ങൾക്ക് ചെമ്മീൻ കറിയാക്കി, ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ കറിയാക്കി തന്നു. ഉമ്മയ്ക്ക് വയ്യെങ്കിലും ഉമ്മ എല്ലാം സെറ്റാക്കുന്നുണ്ടായിരുന്നു. ഉമ്മ ഒറ്റയ്ക്ക് അല്ല കേട്ടോ ചെയ്യണത്, ചേച്ചീൻ്റെ അടുത്തും പറയുകയാണ് ചെയ്യണത്. ഇപ്പോൾ കട്ടിങ്സൊന്നും ഉമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഉമ്മയുടെ കണ്ണെല്ലായിടത്തും എത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. ഇത് പത്തലാണ്. പിന്നെ ഇത് ചപ്പാത്തി, ഞാനുണ്ടാക്കിയ ചപ്പാത്തി കേട്ടോ. എന്നിട്ട് ഉമ്മയുടെ ചിക്കൻ കറി, എന്നിട്ട് ഇതേ ചായ. ഞങ്ങളിവിടെയൊക്കെ ഭയങ്കര ചായ കുടിയന്മാരുണ്ട് എല്ലാവരും. പിന്നെ എല്ലാവരും ഓരോ ഗ്ലാസ് വൈസിൽ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പിന്നെ വലിയ മഗ് വൈസാണ് ഉണ്ടാക്കുക. അത്രയും ചായ കുടിയന്മാരാണ്.
എല്ലാവരും. പക്ഷെ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ സെറ്റിലായി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ചതാണ്. മുമ്പ് ഇങ്ങനെയായിരുന്നു, ചായ പ്രാന്തന്മാരായിരുന്നു എല്ലാവരും. ഇവിടെ കോഫി പ്രാന്തി. അതൊന്നും വേണ്ടാത്ത അല്ല, ഞാൻ ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞതാ. അത് വേണ്ട. നീ വെള്ളം കുടിച്ചിട്ടാ ഇല്ല, കുറച്ച് പറയാം. നമ്മൾ എടുത്തോണ്ട് മോളെ, അതാ ഞാൻ കിടക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നാൽ രാവിലെ എണീച്ചാൽ ഉമ്മച്ചി നിർബന്ധമായിട്ടും വെള്ളം കുടിപ്പിക്കും. വെള്ളം കുടിക്കണം. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടാ പോച്ചൊക്കെ പോണേ? നാടും ചുറ്റോട്ടൊക്കെ ഒന്ന് കാണണ്ടേ. എൻ്റെ പള്ളിയും ഞാൻ പഠിച്ച മദ്രസയും അതിൻ്റെ ചുറ്റുവട്ടവും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഒരു 1-2 ഫാമിലിയും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്ര നിർബന്ധമൊന്നുമില്ല, എന്നാലും ഇൻഷാല്ലാ ടൈം കിട്ടിയാൽ കാണാം. മെയിൻ ആളെനിക്ക് കാണിക്കേണ്ടിയിരുന്നത് എൻ്റെ ഗ്രാൻഡ് ഉമ്മാൻ്റെ ഉമ്മയായിരുന്നു. അത് ഇന്നലെ പോയി കണ്ടു. അപ്പം ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ആരാന്നുള്ളത് എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരാരൊക്കെ നാട്ടിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. ഓക്കെ, ഇത് പാച്ചൊക്കെ എനിക്ക് വാങ്ങിച്ചത് പുതിയ ഡ്രസ്സാണ്. ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും പ്രോഗ്രാം പ്ലാൻ ചെയ്താലും അന്നേ ദിവസം എനിക്ക് എവിടെന്നെങ്കിലും കൊറിയറായിട്ട് ഡ്രസ്സ് എത്തും. ചിലപ്പോൾ ഈ പ്രോഗ്രാം പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരിക്കാം, ഡ്രസ്സ് എപ്പോഴെങ്കിലും ഓർഡർ ചെയ്തായിരിക്കും. പക്ഷെ പ്രോഗ്രാമിൻ്റെ അന്ന് ഡ്രസ്സ് എത്തില്ല എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ഇന്നലെ ഞങ്ങൾ 4-ാം തീയതി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അന്ന് തന്നെ എനിക്ക് കുറേ ഡ്രസ്സ് അച്ചൊക്കെ എപ്പോഴും ഓർഡർ ചെയ്ത് അപ്പം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് എടുത്ത ഒരു ഡ്രസ്സാണ്. നല്ല ഡ്രസ്സുണ്ട് കാണാൻ, ഒരു ബോഡിക്കോൺ ഡ്രസ്സ് പോലത്തെ സാധനം. അപ്പോൾ ഞാൻ കുറച്ച് കാസർഗോഡ് സിറ്റിയും ഏരിയയും ആൾക്കാരെയും ഡ്രസ്സും ഒക്കെ നോക്കി പോവാം. അവിടെ എത്തിയിട്ട് പിന്നെ പാങ്ങില്ലാതെ നല്ല പാങ്ങുണ്ട്, നല്ല ചേലായിട്ടുണ്ടാവോ. എങ്ങോട്ട് പോകുന്നു നീ ഇപ്പോ? പെരയിലേക്ക് പോണേ. ആരെ പേർക്ക്? ആരെയോ പെരയിലേക്ക്. ഓക്കെ, നമുക്ക് പരിക്കോയിട്ടാ. മജല്ലേ, പൊലിസല്ലേ? മജ. എങ്ങനെയുണ്ടായിരുന്നു തിന്നാനല്ലോ? നീ എന്ത് ജയ് വിളിക്കാൻ വന്നിയാ? ഞാൻ ആക്കിയത്. ഓക്കെ, അപ്പൊ കാണാം. ഇത് കഴിഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് കാസർഗോഡിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് കുടുംബക്കാരൊക്കെ കണ്ടിറങ്ങി. അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുറെ ആൾക്കാർക്കൊന്നും അങ്ങനെ വീഡിയോന്റെ മുമ്പിൽ നിൽക്കാത്ത ആൾക്കാരാണ്. ഓക്കെ, സോ ഇപ്പം അല്ലല്ലോ, സ്ട്രൈറ്റ് ഇങ്ങനെ തന്നെ ഒരു വഴിയുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കുട്ടികളെ ഒന്ന് പിക്ക് ചെയ്തിട്ട് ഒന്ന് പുറത്ത് കൊണ്ടുപോകാനുള്ളൊരു പരിപാടിയിലാണ്, പ്ലാനിലാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ അവരെ പിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ ഓക്കെ, വെൽക്കം. എടാ ചോട്ടൂസേ, നീ ആടെ ഈ മാസ്കെല്ലാം ഇട്ടിട്ട് പോന്ന്? ചുമയെങ്കി നോട്ടെ, മുഖം നോക്കട്ടെ. ഇത് ഇവരെയും കൂട്ടി നമ്മൾ ഉമ്മയുടെ അടുത്തേക്ക് പോവാണ് ഗൈസ്. ബാക്കിയൊക്കെ സലൂണിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഞാൻ പിള്ളേരെയും കൊണ്ട് കുറച്ച് പപ്സും ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയായിരിക്കായിരുന്നു. ഞങ്ങൾ ഫുൾ ബോറടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ മാമാനെ കാണാൻ കിഡ്ഡോസ് എത്തിയപ്പോൾ നീ വന്നോട്ടിയ പോയില്ലത് തന്നക്ക്. ഓക്കെ ഗൈസ്, അങ്ങനെ ചെറുങ്ങനെ ഒന്ന് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങി.
ഞങ്ങള് ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുകയാണ്. ഉമ്മച്ചി നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്. ഉമ്മച്ചിന്റെ വാച്ചൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തു കേട്ടോ. വാച്ചാണ് ചെറുതുമ്പോ നമ്മളെന്നെ ചോട്ടൂസ് ഇവിടെ ഉണ്ട്. ചോട്ടൂസ് അങ്ങനെ ഉമ്മാവും മക്കളും കിഡ്സും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ്. ഇതാണ് ചെറിയ കുട്ടി ഇവിടെ. എവിടെത്തിയാണ്? കണ്ണൂരോ? കണ്ണൂർ എന്തിനു പോണ? ആന്റിയോടെ ആന്റി ഞങ്ങളങ്ങനെ ഒറിക്സിൽ വന്നിട്ടുണ്ട്. ഒറിക്സിൽ നിന്ന് ലഞ്ചും കഴിച്ച് നമ്മുടെ കിഡോസിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സ്കൂളിൽ കൊണ്ടാക്കണം. സ്കൂളിൽ കൊണ്ടാക്കണം. അമ്മീന അമ്മതേ സ്കൂളിൽ പോണ്ടേ? കിടക്കുകയാണ്. ഓക്കെ ആര് തല്ലുന്നേ? നാട്ടിലേക്ക് വരാം. അങ്ങനെ സ്റ്റാർട്ടേഴ്സ് വെച്ച് ഞങ്ങൾ ഫുഡ് അടീൻ്റെ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ ആൾക്കാർ ഓരോരോ ടൈപ്പ് ഡിഷ് പറഞ്ഞു. ഉമ്മ ഈ പ്രാവശ്യം ഡിഫറെൻ്റ് ആയിട്ട് എന്താ ഇപ്പോൾ പറഞ്ഞത്, ചപ്പാത്തിയും ചിക്കൻ കറിയാണ് പറഞ്ഞിരിക്കണേ. എന്നിട്ട് ഇവനെയും കൊണ്ട് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വന്നു. നല്ല രസമുണ്ടല്ലോ അവൻ്റെ ഡ്രസ്സിങ് കാണാൻ. അവൻ്റെ കൊണ്ട് വാഷ്റൂമിൽ പോയി കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് അടി ബാക്കി കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ ഞാനും ഉമ്മയും ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാനും ഉമ്മയും കൂടെ നടക്കാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും 2 പിള്ളേരും അവരും ഇറങ്ങി. അവർക്കാണെങ്കിൽ പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ അതേ മീനൊക്കെ കണ്ട് ഞാനും ഉമ്മയും 2 മക്കളും ഇങ്ങനെ മീനൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. മീനെ നിന്നെ നിങ്ങൾ ഇഷ്ടമല്ലേ പോയിക്കോ. അതപ്പോ ഒന്ന് ചൊടിച്ചിട്ട് നടക്ക്. ഇങ്ങനെ നമ്മളൊക്കെ കളിക്കുന്ന കുഞ്ഞോ, നമ്മളൊക്കെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആൾക്കാരൊന്നും ചെയ്യില്ല. ഉണ്ടാക്കുന്നു നമുക്ക് കുഞ്ഞു അറിയുമ്പോൾ തീർന്നു. ജിബലും ഒരു കളിച്ചില്ല. അങ്ങനെ പാച്ചുക്കയും മീത്തുവും എല്ലാം സൈക്കിൾ ഓടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഷോപ്പിലേക്ക് വന്നാണ് പിള്ളേർക്ക് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാൻ. ഇവിടെ ഇഷ്ടം പോലെ ടോയ്സ് ഇരിക്കണു. അപ്പോൾ ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ. ആ സ്പൈഡർമാൻ്റെ ഒക്കെ ഒരു അവസ്ഥയെ, സ്പൈഡർമാൻ ഫാൻസിൻ്റെ ഹാർട്ട് വിൽ ബി ബ്രോക്കൺ ബൈ സീയിങ് ദിസ് അവസ്ഥ. അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് പാച്ചുക്കയും ഞാനും മീത്തും പിള്ളേരൊക്കെ ഡിവൈഡ് ചെയ്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ടോയ് കണ്ടുപിടിക്കാൻ. എനിക്കെന്താ വേണ്ടേ? നീ ഫുട്ബോൾ കളിക്കലുണ്ടോ? ആര് പറഞ്ഞേ? എന്റെ ഫേവറേറ്റ് പ്ലെയർ ആര്? റൊണാൾഡോ. അടി അല്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫാൻ മൊമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സുൽഫിക്കർ മേഘയല്ലേ സീരിയലൊക്കെ ഉണ്ടാകുന്നു അല്ലേ? ഓക്കെ, തെറ്റിദ്ധരിച്ചു പോയി. താങ്കളെ പോലത്തെ ഒരു കുട്ടി സീരിയലിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അല്ലേ? സോറി. അതെടുത്തിട്ട് കാലം മുട്ട് പൊട്ടിയെങ്കിൽ നിന്നെ പറയും. ചെക്കൻ അതിട്ട് കൊടുത്തിട്ട് ചെക്കനെ മുട്ട് പൊട്ടിച്ച് പറയും. മോനെ മേഘ ലുക്ക് ലൈക്ക് ശേ അല്ല നിന്റെ ലുക്ക് ലൈക്ക് നോക്കൂ. നീ ഇല്ലേ പിന്നെ
നമുക്ക് ഇഫിനും ആയത്തിനും നമ്മൾ 2 ഡോക്ടർ സെറ്റ് വാങ്ങിക്കാൻ പോവാണ്. അവരുടെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റിയില്ല. ഡോക്ടർ സെറ്റ് വാങ്ങിച്ചവരൊരു ഡോക്ടറാക്കാം. എനിക്ക് അസുഖം ഒന്ന് പിടിച്ച് കിടക്കുമ്പോൾ അവർ വേണം വന്ന് ചികിത്സിക്കാൻ അല്ലേ? അങ്ങനെ നീണ്ട ഒരു മണിക്കൂറിലെ തിരച്ചിൽ കഴിഞ്ഞ് ഞാനും ഉമ്മയും മക്കളും മീത്തും പശുവും കൂടി തിരിച്ചു പോവാണ്. ഞാനാണ് എൻ്റെ റൈറ്റും ലെഫ്റ്റും ഇതേ പോണ്. സോ ഗായ്സ്, ഞങ്ങളിതാ ബേക്കൽ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ബേക്കൽ ബീച്ച് കാണിക്കാൻ ഒരാളും കൂടെയുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങളിതാ ബേക്കൽ ബീച്ചിലേക്ക് ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ ബീച്ച്. ഈ ചെടികളുടെ അപ്പുറത്ത് കിടക്കണം, കടലിൻ്റെ ഇപ്പുറത്ത് കിടക്കണം. വെൽക്കം ടു ബീച്ച് ബേബി. യെസ്, അൽ ഒട്ടഹ. ഇതാണ് ഞങ്ങളുടെ ദേശീയ പക്ഷി. മനസ്സിലായോ? ദേശീയ പക്ഷിയാണത്. ആ, കേട്ടിട്ടില്ല ഒട്ടക പക്ഷി? ഗൈസ്, നൂനു പിണങ്ങി നിൽക്കുകയാണ് ഗൈസ്, എന്താണെന്നറിയില്ല. ഇഫിനും കിട്ടുവാ ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുക്കുക. അങ്ങനെ ഞങ്ങൾ കുറച്ച് റീൽസും പിക്സും ഒക്കെ എടുത്ത് നൂനു എന്താ പിണങ്ങിയിരിക്കുന്ന നൂനു എന്ന് ചോദിച്ച് വന്ന് ഞങ്ങൾ ചായ കുടിക്കിയിരിക്കുകയാണ്. പിള്ളേർ എൻ്റെ ഓരോരോ ഡ്രസ്സിൽ ഭാഗത്ത് തൊട്ടിട്ട് ഇതേതാ കളറ് എന്ന് ചോദിക്കേണ്ട രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. നീ പറ, എവിടെ പോണേ? പോവാം, ബാ പോവാം. എൻ്റെ കൈ പിടിച്ചോ, അയത്തു പോവാം. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് വാങ്ങിച്ച ഡോക്ടർ സെറ്റ് ഇവരുടെ 2 പേരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഈ റിയാക്ഷൻ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ഇവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഈ ഒറ്റ റിയാക്ഷൻ ഇവർ ഫേസിൽ വരുള്ളൂ. പിന്നെ ഇവർ ശരിക്കുള്ള എക്സ്പ്രഷൻ കാണണമെങ്കിൽ ക്യാമറ എല്ലാം ഓഫാക്കിയിട്ട് ഇവരൊന്ന് കംഫർട്ടബിൾ ആക്കി കഴിഞ്ഞാൽ ഇവർ എല്ലാ റിയാക്ഷനും കാണിക്കും. പിന്നെ ഇതേ പിള്ളേരുടെ ഒപ്പം എൻ്റെ പാച്ചുക്കൻ്റെ ഡോക്ടർ സെറ്റും കാണിക്കുകയാണ്. ഇതെൻ്റെ ബാഗ്. അങ്ങനെ ഇതേ 3 പിള്ളേരും അവരുടെ സെറ്റുമായിട്ട് റെഡിയാണ്. So it's a dinner time with family. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മീറ്റ് വെറും ഫാമിലി മീറ്റ് മാത്രമല്ല, കുറേ നാൾക്ക് ശേഷം കാണുന്ന ഒരു ഫ്രണ്ട്സ് മീറ്റും കൂടിയാണ്. ഞങ്ങളുടെ 10th ബാച്ചിട്ട് ഞങ്ങളെ ബഡ്ഡീസ് ഇപ്പൊ വന്നിരിക്കുന്നത് കേട്ടോ. പണ്ട് എങ്ങനെ പാറി നടന്നതെന്നറിയും. ഇപ്പൊ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. റെസ്പോൺസിബിൾ തല വേറെ വരുന്നുണ്ട്. ചോട്ടായിരം ഉണ്ട് ഇവിടെ. മാഷാഅല്ലാ. അമീറെ ഗ്രാൻഡിൽ വാങ്ങണ. ഞങ്ങളെ മെയിൻ പുതിയാപ്പിള എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ മെയിൻ പുതിയാപ്പിള. ഓക്കെ, അപ്പൊ വെൽക്കം. ഇത് സാറാന്റെ മുതലാളിയാണ്. ആർക്കെങ്കിലും ഞാൻ പേര് മെൻഷൻ ചെയ്യാം. സാറാന്ന് എടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഈ മുതലാളിനെ സമീപിച്ചാൽ മതി. ഓക്കെ,
യെസ് ലേഡീസ്, ന്യൂന് സ്റ്റാർ ആണ് കേട്ടോ. എന്നെ കുഞ്ഞിനെ അടുത്ത് ഇഷ്ടപ്പെടാത്ത ഒരാളെനിക്ക് നോക്ക്. ബാച്ച് മാത്രം ചേഞ്ച് ആക്കിയിട്ടേ പിന്നെ ഒരു കാര്യം പഠിച്ചു LKG to 2nd standard വരെ ആലോചിക്കുന്നത്. ഇത് 3rd 4th ബാക്ക് ടു സ്കൂൾ, പിന്നെ 5th അതിൽ പോകുമ്പോൾ നിറയെ ആടെ വീണ്ടും ഗൈസ് പഠിപ്പിച്ച പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാ കുടുംബത്തിലേക്കുള്ള ടിഷ്യൂ ആയിട്ട് പോകുന്നുണ്ട്. ഒരു മാസത്തേക്കുള്ള അടുത്ത മാസം എവിടെയെങ്കിലും ഹോട്ടലിൽ പോകണം. ഒരു മാസത്തേക്കുള്ള ഓക്കെ. അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ ഡിന്നറും കഴിഞ്ഞിട്ട് ഇറങ്ങി. എല്ലാവരും ഫുഡ് അടിച്ച് ടയർഡായി കിടക്കാണ്. നമ്മളെ അൽക്കുലത്തെ നൂനും ടയർഡായിട്ടുണ്ട് ഗൈസ്. അമ്മണോ ഇഷ്ടപ്പെട്ട ഫുഡ്? കോഴി തിന്നാ? എത്ര കോഴി വന്ന്? ഒരു കോഴിയാ? അപ്പൊ ഇനി ഇവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ട്സ് മീറ്റും കൂടിയുണ്ട്. ഓക്കെ. എന്ത് ബഹളിക്കൽസ്? പൊണ്ടാട്ടീന്റെ ബെസ്റ്റ് ബഡ്ഡീസ് ആണ് ഇപ്പൊ ഇവർ. എന്റെ കൈ വിട്ട് പോയേയില്ല. എന്റെ കൈ നടക്കുന്നത്. ഓക്കെ. ബോബ ബബിൾസ് വന്നോ? ബോബ അതിന്റെ ബോബ സെലക്ട് ആയില്ല ഓൾറെഡി. ക്യാഷ് എടുത്താൽ നമുക്ക് ഓക്കെ. അപ്പം നൈറ്റ് കോൾഡ് കോഫി ജ്യൂസോട് കൂടി ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഡേ 2 ഓഫ് ഓക്കെ. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. കോഴിയെല്ലാം കൂക്കുന്നുണ്ട്. രാവിലെ 6 മണി. മച്ചി പോട്ടെ. അപ്പോൾ ഒന്ന് മാഷാഅല്ലാഹ്. അസ്സലാമു അലൈക്കും. പിള്ളേരെ ഓക്കെ. See you soon. ഇത് ഓട്ടോമാറ്റിക് ഡോറാണ്. ഞാൻ വിചാരിച്ച് വന്ദേ ഭാരത് വൈറ്റും ബ്ലൂ ആണ്. ഇതിപ്പോ ബ്ലാക്ക് ഓറഞ്ച് ആണ്. ഇതിന്റെ ഡോറൊന്നില്ലേ? ഇതില്ല വാ. ഇതിന് ഡോറില്ല ഗൈസ്. ബൈ മിത്തു. ബൈ മിത്തു.
കരച്ചിട്ട് വിഷമം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വന്ദേ ഭാരത് കയറാണ്. വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കയറിയിരുന്ന് ഇതൊക്കെ ആക്കി തന്നു ദർശിക്കാൻ. എന്നിട്ട് എന്തൊക്കെയോ കിട്ടി. റോട്ടി ചോക്കോബാർ ഓറഞ്ച് ഫ്ലേവർ താല്പര്യമില്ല. മസാല ചായൻ്റെ പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പം പക്ഷെ ഇതിങ്ങനെ ചായക്ക് പൊടി മാത്രം ഇങ്ങനെ ആക്കി കഴിക്കണമായിരുന്നു. പക്ഷെ എനിക്ക് മസാല ചായ വേണ്ട, എനിക്ക് കോഫി മതി. പക്ഷെ കുഴപ്പമില്ല, മസാല ചായ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളില്ലെങ്കിൽ പാച്ചുക്കിനെ കൊണ്ട് കുടിപ്പിക്കാം. അപ്പം ഇവള് ആദ്യത്തെ ഫുഡ് കിട്ടി. നമ്മൾ ഇൻസ്റ്റാ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കാസർഗോഡിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലും അവരുടെ ഫാഷൻ സെൻസൊക്കെ. പക്ഷെ അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തു ഗൈസ്. ഓരോ കടയിൽ ഓരോ ഡ്രസ്സ് കാണുമ്പോൾ എന്ത് രസമാണ് കാണാൻ. എവിടെയും കിട്ടില്ല എനിക്ക് സാധനം. ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി അടിപൊളി സാധനം. ഏത് കടയിൽ കയറിയാലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. അതുമാത്രം ഫുഡ് എല്ലാം കൊണ്ട് ഭയങ്കര അടിപൊളി. ഭയങ്കര ഇഷ്ടപ്പെട്ട്. പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഇതും സെലക്ഷൻസ് കുറവായിരിക്കും ഇപ്പോൾ ബോയ്സ്. പക്ഷെ ഇവിടെ ഞാൻ തിരിച്ചാണ് ബോയ്സിന് ഭയങ്കര കളക്ഷൻ. അപ്പോൾ ആർക്കെങ്കിലും ഒരു വെറൈറ്റി സാധനം വേണം. കാസർഗോഡ് ഏതെങ്കിലും ഒരു കുഞ്ഞു കട കയറിയാലും ഇഷ്ടം അടിപൊളി സാധനം കിട്ടും. അതാണ് എൻ്റെ കാസർഗോഡ് അഭിപ്രായം. പിന്നെന്താ, അവിടെ പോയിട്ട് കുറേ ഫാമിലി മെമ്പേഴ്സ് മീറ്റ് ചെയ്ത് കുറേ ഫുഡ് കഴിച്ച് ഇവിടെ സ്പെഷ്യൽ കുറേ സാധനം ഞാൻ കഴിച്ചത്. നൂണിൻ്റെ അവിടെ അഞ്ചാമത്തെ കൽത്തപ്പം ഭയങ്കര സാധനം. ഇത് ഭയങ്കര സിമ്പിളാണെന്നാണ് പറഞ്ഞത്. ബനാനി എഗ്ഗൊക്കെ കായ്പോള. കൽത്തപ്പം മറ്റേതായിരുന്നു വൈറ്റ് ഒഫീഷ്യൽ കാസർഗോഡ് പാൻ കേക്ക് എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ഹാപ്പി. ഇൻഷാല്ലാ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം കേട്ടോ. അങ്ങനെ 2 ലോങ് ഡേയ്സ് അറ്റ് കാസർഗോഡ് കഴിഞ്ഞിട്ട് ഞാനും പാച്ചുക്കതേ തിരിച്ചിട്ട് ട്രിവാൻഡ്രത്ത് പോവാണ്. Pachika doing his usual thing and I'm watching my favorite thing right now, Big Boss. എന്താ ഇപ്പോൾ പറയുക, the 2 long days, the 2 long beautiful days, the 2 long precious days in my life, meeting my husband's family. ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 ദിവസങ്ങളാണ്. I was very happy during those 2 days. So here we ends our beautiful vlog. Thank you.